സീരീസ് ഇൻവോൾവിംഗ് അടുത്ത പോർഷനാണ് സീരീസ് ഇൻവോൾവിംഗ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നിങ്ങളുടെ 11ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നാച്ചുറൽ നമ്പറിൻ്റെ സം 1 + 2 + 3 + എക്സെട്ര പ്ലസ് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിനെ സിഗ്മ സ്മോൾ എൻ n = 1 to ക്യാപിറ്റൽ എൻ എന്ന് എഴുതാം. കാരണം 1 കൊടുക്കുമ്പോൾ 1 + 2 + 3 അങ്ങനെ ക്യാപിറ്റൽ എൻ വരെ. ഇതിൻ്റെ സം n × n + 1/2 എന്നാണ്. ഓർമ്മയുണ്ടാകും. നിങ്ങൾ അവിടെ കെ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ n × n + 1/2. അടുത്തത് സ്ക്വയറുകൾ 1² + 2² + 3² + എക്സെട്ര പ്ലസ് ക്യാപിറ്റൽ n² = സിഗ്മ n = 1 to ക്യാപിറ്റൽ n n² = capital N into n plus 1 into 2n plus 1 by 6 square of natural numbers. Now cube 1 cube plus 2 cube plus 3 cube plus etc plus capital N cube equal to sigma n = 1 to capital N n cube equal to n into n plus 1 by 2 natural number sum in the square ആണ് ക്യൂബ് വരിക n into n plus 1 by 2 the whole square. ഈ മൂന്ന് സമ്മുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ്റെ സം കാണുന്നതെന്നാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നാച്ചുറൽ നമ്പർ ഇൻവോൾവ് ചെയ്യുന്ന സമ്മിൻ്റെ പോർഷനിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ സം ഓഫ് ദ സീരീസ് സിഗ്മ n = 1 to ക്യാപിറ്റൽ N n plus 1 into n plus 3. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതുക. n = ക്യാപിറ്റൽ 1 n plus 1 into n plus 3 ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ n = 1 to ക്യാപിറ്റൽ N. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ലോങ് എക്സ്പ്രഷൻ ആക്കുക. അപ്പോൾ n into n n² plus 3n plus n plus 3 സാധാ മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ n = 1 to ക്യാപിറ്റൽ N n² plus 4n plus 3 ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇനി അകത്തേക്ക് കൊടുത്താൽ സിഗ്മ n = 1 to ക്യാപിറ്റൽ N n² plus 4 into സിഗ്മ n = 1 to ക്യാപിറ്റൽ N small n plus 3 into സിഗ്മ n = 1 to ക്യാപിറ്റൽ N 1. ശ്രദ്ധിക്കുക. 4n എന്ന് പറയുമ്പോൾ സിഗ്മ അകത്തേക്ക് കൊടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാം. 3 എന്ന് പറഞ്ഞാൽ 3 × 1 എന്നാണ്. 3 പുറത്തെടുക്കുമ്പോൾ അവിടെ 1 വരും. അതാണ് സിഗ്മ കോൺസ്റ്റൻറ്റ് സിഗ്മയ്ക്ക് പുറത്തെടുക്കാം. ഈക്വൽ ടു ഇതാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചത് n² സിഗ്മ n² ദാറ്റ് ഈസ് 1² plus 2² plus n² വരെ. അതിൻ്റെ സം എന്ന് പറയുന്നത് n into n plus 1 into 2n plus 1 by 6 plus 4 into സിഗ്മ n എന്ന് പറഞ്ഞാൽ 1 plus 2 plus 3 നാച്ചുറൽ നമ്പറിൻ്റെ സം അതെന്താണ് n into n plus 1 by 2 plus 3 into സിഗ്മ 1. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ അർത്ഥം നോക്കൂ. സിഗ്മ n = 1 to 5 1 എന്ന് പറഞ്ഞാൽ അർത്ഥം 1നെ 1 മുതൽ 5 പ്രാവശ്യം എഴുതി കൂട്ടണം. 1 plus 1 plus 1 plus 1 plus 1 5 വട്ടം എഴുതി കൂട്ടണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം 5. അപ്പോൾ n = 1 to 3 ആണെങ്കിലോ 3 വട്ടം 3. 10 ആണെങ്കിലോ 10. അങ്ങനെയാണെങ്കിൽ ഇവിടെ n = 1 to എത്ര വട്ടം ക്യാപിറ്റൽ N വരെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം 3 into ക്യാപിറ്റൽ N. 1 plus 1 plus n വരെ എഴുതുന്നതിന് തുല്യമാണ് ക്യാപിറ്റൽ N എന്ന് എഴുതുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനകത്തു നിന്ന് ഈ ആദ്യത്തെ രണ്ട് എക്സ്പ്രഷൻസ് ഇവിടെ നിന്ന് 4ഉം 2ഉം വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം, അല്ലെങ്കിൽ വേണ്ട ഇവിടുന്ന് കോമൺ എടുക്കാം. ആദ്യത്തെ രണ്ട് എക്സ്പ്രഷൻ മാത്രം തൽക്കാലം പരിഗണിക്കുക. അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളതിനെ ഇനി പുറത്തെടുക്കുക. അപ്പോൾ എന്താ വരിക n into n plus 1 by 2 കോമൺ ആണ്. ബാക്കി വരിക 2n plus 1 by 3 കാരണം ഇവിടെ ഒരു 2n plus 1 ഇവിടെ ഒരു 3യും പ്ലസ് ഇവിടെ n into 4 ഒരു 4 മാത്രമേ ഉള്ളൂ പ്ലസ് 3n പ്രത്യേകം എഴുതുന്നു. 3n പ്രത്യേകം എഴുതുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ n into n plus 1 എഴുതുന്നു. n into n plus 1 by 2 into LCM എടുക്കുമ്പോൾ 3 അങ്ങോട്ട് പോകുമ്പോൾ 2n plus 1 plus 12 by 3 ശരിയല്ലേ. 3 into 4 12 ആണ്. 12 by 3 plus 3n that is equal to n into n plus 1 into 2n plus 13 2n plus 13 by 6 plus 3n 2n plus 13 by 6 that is equal to നോക്കൂ ഈ 6 LCM എടുത്താൽ n into n plus 1 into 2n plus 13 plus 18n whole divided by 6 that is equal to n by 6 ഇനി പുറത്തെടുക്കാം. n by 6 into n plus 1 into 2n plus 13 plus 18 n by 6 പുറത്തെടുത്തു. that is equal to n by 6 into ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n² plus 13n plus 2n plus 13 plus 18 equal to n by 6 into 2n²
plus 15n plus 18 plus 13 is 31. This is the final answer of the sum. അപ്പോൾ നമ്മളിങ്ങനെയാണ് സം ചെയ്യുന്നത് എഴുതുന്നത്. നമ്പർ കൂട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമ്പിൾ അല്ല, തൊട്ട് മുമ്പ് ചെയ്തായിരുന്നു എക്സാമ്പിൾ, ബട്ട് ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈക്വൽ ടു, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to capital N, n സ്ക്വയർ അകത്തേക്ക് കൊടുക്കുമ്പോൾ n ക്യൂബ് പ്ലസ് n സ്ക്വയർ. That is equal to sigma n equal to 1 to capital N, n cube plus sigma n equal to 1 to capital N, n square. That is equal to n cube എന്ന് പറയുമ്പോൾ ക്യൂബ് ആണ്. 1 cube plus 2 cube plus 3 cube equal to n into n plus 1 by 2 the whole square plus n into n plus 1 into 2n plus 1 by 6. കോമൺ ആയിട്ടുള്ളത് n into n plus 1 by 2 നമ്മൾക്ക് കോമൺ എടുക്കാം. Therefore ഇവിടെ ഒരു n into n plus 1 by 2 വരും. കാരണം ഇവിടെ ഹോൾ സ്ക്വയർ അല്ലേ, ഒരെണ്ണം കോമൺ വരുമ്പോൾ ഒരെണ്ണം ഉണ്ടാവും. ബൈ 2n plus 1 by 3. That is equal to n into n plus 1 by 2 into, ഇങ്ങോട്ട് പോകുമ്പോൾ n സ്ക്വയർ പ്ലസ് n, 3 LCM എടുക്കുമ്പോൾ 3n സ്ക്വയർ പ്ലസ് 3n ബൈ 2 അങ്ങോട്ട് പോകുമ്പോൾ 4n പ്ലസ് 2 ബൈ 6. ഒറ്റ ഇതിൽ LCM എടുത്തതാണ്. 3 ഇങ്ങോട്ട് പോകുമ്പോൾ 3n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 4n പ്ലസ് 2 ബൈ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 7n പ്ലസ് 2 ബൈ 12. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓർത്തു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കൺവേർജൻസ് ഓഫ് സീരീസ് വിത്ത് റിയൽ പോസിറ്റീവ് ടേംസ്. അതായത് ഒരു സീരീസ് നമുക്ക് തന്നിട്ട് അത് കൺവേർജൻസ് ആണോ ഡൈവേർജൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ജോമെട്രിക്ക്, അരിത്തമെറ്റിക്കോ അതിലൊക്കെ ഒരു ജനറലൈസ് സീക്വൻസ് ആണ്. അത് കാണുമ്പോഴേ മനസ്സിലാവുകയും അത് കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്ന് കോമൺ റേഷ്യോയുടെ വാല്യൂ നോക്കി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എല്ലാ സീരീസിലും അങ്ങനെ പറ്റില്ല. ചില സീരീസുകൾ ജോമെട്രിക്ക് ഇതൊന്നും ആകാത്ത ഒരു സീരീസുകൾ, പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ജനറലായി പോകുന്ന സീരീസുകൾ, ആ സീരീസുകൾ കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം ടെസ്റ്റുകൾ, അതായത് ഓരോ ടെസ്റ്റിംഗ് ആണ്. ആ ടെസ്റ്റിങ്ങിലൂടെ അത് കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്ന് അറിയാം. അങ്ങനെ കുറേയേറെ ടെസ്റ്റിങ്ങുകൾ നമ്മൾക്കുണ്ട്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ടെസ്റ്റിംഗ് ആണ് ഇൻ്റഗ്രൽ ടെസ്റ്റ്. ഒരു സീരീസ് തന്നാൽ എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ടെസ്റ്റ് വഴി അത് ഡൈവേർജൻ്റ് ആണോ കൺവേർജൻ്റ് ആണോ നോക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാനിപ്പോൾ ഒരു സീരീസ് എഴുതുന്നു. 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 4 പ്ലസ് എക്സെട്ര. ഇതൊരു ഹാർമോണിക് സീരീസ് ആണ്, അല്ലെങ്കിൽ തന്നെ ഇതൊരു സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് എ സീരീസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ u1, u2, u3, u4 പ്ലസ് എക്സെട്ര. അതായത് ജനറൽ ടേമുകളാണ് ഞാൻ u കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്നുള്ള രീതിയിൽ u1, u2, a1, a2 പോലെ u1, u2, u3, u4 എക്സെട്ര. അപ്പോൾ ഈ സീരീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീരീസ് ഒരു ഡിക്രീസിങ് സീരീസാണ്. കാരണം ആദ്യം 1, പിന്നെ 1/2 കുറഞ്ഞു, പകുതിയായി 0.5 ആണ് 1/2. 1/3 ആയപ്പോൾ അതിലും കുറഞ്ഞു 0.3 ആയി. 1/4 ആയപ്പോൾ 0.25 ആയി. അപ്പോൾ കുറഞ്ഞു പോകുന്ന ഒരു സീരീസാണ്. ഇങ്ങനെ പോകുന്ന സീരീസ് ജനറലായിട്ട് എഴുതിയാൽ നിങ്ങൾ 1/n എന്നല്ല എഴുതുക, 2, 3, 4 1/n. അപ്പോൾ നിങ്ങൾ ഈ 1/n എടുത്താൽ ഈ 1/n നമ്മൾ മാത്സിൽ പഠിച്ച ഫംഗ്ഷൻ സൈൻ എക്സ്, കോസ് എക്സ്, ക്വാഡ്രാറ്റിക് പോലെ ഫംഗ്ഷനായിട്ട് എടുത്താൽ 1/n പകരം എനിക്ക് 1/x എന്ന് എഴുതാം. ഈ 1/x എന്ന് പറഞ്ഞാൽ ഒരു റെസിപ്രോക്കൽ ഫംഗ്ഷൻ അല്ലേ? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും 1/xൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് ടേമുകളാണ്. അപ്പം നമ്മൾ പോസിറ്റീവ് ആക്സിസ് മാത്രം നോക്കിയാൽ മതി. ആ പോസിറ്റീവ് ആക്സിസിൽ ഈ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞല്ലേ പോകുന്നത്. അപ്പോൾ അതൊരു ഡിക്രീസിങ് ആയി പോകുന്ന കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷൻ അല്ലേ 1/x? ഡിക്രീസിങ്ങുമാണ് കണ്ടിന്യൂസുമാണ്. അങ്ങനെ ഡിക്രീസിങ് ആയ കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷനായി എഴുതാൻ കഴിയുന്ന ജനറൽ ടേമിനെ അങ്ങനെ ഒരു ഫംഗ്ഷനോട് സാദൃശ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സീരീസാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഡിക്രീസിങ് ആണോ. ജനറലായി എഴുതുന്ന ആളെ ഒരു ഫംഗ്ഷനാക്കി എഴുതിയാൽ അയാൾ കണ്ടിന്യൂസ് ആണോ അയാൾ ഡിക്രീസിങ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 1/n പകരം നിങ്ങൾക്ക് ഈ 1/n ദാറ്റ് ഈസ് un ആണ് നമ്മളുടെ 1/n. un ഈക്വൽ ടു 1/n, ജനറൽ ടേം un 1/n നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ n ഇൻ്റഗ്രൽ 0 to n എന്നാണ്. സിഗ്മ ഇൻ്റഗ്രൽ 0 to n f of x dx. ഇൻ്റഗ്രൽ n f of x dx. un ഈക്വൽ ടു
limit n tends to infinity integral 0 to n f of x dx. Integral 0 to n f of x dx. ഈ ഇൻ്റഗ്രേഷൻ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടുന്നുവെങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും. ഏത് കൺവേർജൻ്റ് ആയിരിക്കും? ഈ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. കിട്ടുന്നില്ലെങ്കിൽ അത് ഡൈവേർജൻ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുള്ള ആൻസർ കിട്ടുന്നുവെങ്കിൽ കൺവേർജൻ്റ്, ഇല്ലെങ്കിൽ ഡൈവേർജൻ്റ്. n tends to infinity integral 0 to n എന്നില്ല. 0 എന്ന് പറയുന്ന പർട്ടിക്കുലറായിട്ട് അവർ എടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻ്റഗ്രൽ n, അതായത് ലോവർ എവിടെ നിന്ന് വന്നാലും അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ N എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് തിരുത്തി എഴുതിക്കൊള്ളുക. ഇൻ്റഗ്രൽ n, അപ്പർ ലോവർ ലിമിറ്റ് ഇല്ല, ഇൻ്റഗ്രൽ n. ഇനി ഇതിൻ്റെ കണക്കുകൾ ചെയ്യാം. ഇനി ഇൻ്റഗ്രൽ ടെസ്റ്റ് ഉപയോഗിച്ചുള്ള കണക്കുകളാണ്. അതിന് മൊത്തത്തിൽ ഇനി ചെയ്യുന്ന കണക്കുകളുടെ മൊത്തം ഹെഡിങ് ആണ്. ഇനി തരുന്ന സീരീസുകളൊക്കെ കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയില്ല, കൺവേർജ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഇനി കുറേ ടെസ്റ്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഏത് ടെസ്റ്റ് വേണമെങ്കിലും അവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇൻ്റഗ്രൽ മാത്രമേ പഠിച്ചുള്ളൂ, അതുകൊണ്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആദ്യം ഇൻ്റഗ്രൽ ടെസ്റ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ നോക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾക്ക് ഇതിനെ സീരീസ് ആക്കി എഴുതുമ്പോൾ 1 കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ എഴുതുക തന്നെയാണ് 1/2 + 1/3 + എക്സെട്ര പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ഹിയർ f of x equal to 1/x. ശരിയാണല്ലോ, കാരണം ഇത് ജനറൽ ടേം 1/n ആണ്. വേണമെങ്കിൽ നമ്മൾക്ക് എഴുതാം ഹിയർ un equal to 1/n. therefore let f of x equal to 1/x is decreasing and continuous function. It's a decreasing continuous function. It's a decreasing continuous function, അല്ലെങ്കിൽ continuous decreasing function. അങ്ങനെ decreasing continuous function ആയതുകൊണ്ട് we have, നമുക്ക് എങ്ങനെ എഴുതാം, sigma un equal to limit n tends to infinity integral n 1/x dx എന്ന് എഴുതാം. f of x ന് പകരം 1/x. f of x എഴുതി എങ്ങനെയാണെന്ന് മനസ്സിലായാലോ. ഇതിൻ്റെ ജനറൽ ടേമിൽ n ന് പകരം x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് കുറഞ്ഞു വരികയാണ്, ഡിക്രീസിങ് ആണ്, കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് സിഗ്മ യു എന്നിന് പകരം, ഇയാൾക്ക് പകരം ലിമിറ്റ് n tends to infinity integral n 1/x dx ഇൻ്റഗ്രേഷൻ വഴി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 1/x ഇൻ്റഗ്രേഷൻ log x ln x, അപ്പർ ലിമിറ്റ് മാത്രം കൊടുക്കുക n. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity ln ക്യാപിറ്റൽ n, ln എക്സിന് പകരം ക്യാപിറ്റൽ n കൂടെ നോക്കൂ. ln ഇൻഫിനിറ്റി, ln ലോഗരിതം ഓഫ് പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. ലോഗരിതം ഓഫ് പോസിറ്റീവ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി. therefore ഇൻഫിനിറ്റി ഒരു ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. therefore integral does not exist. integral വാല്യൂ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് integral does not exist. therefore the given series is divergent. the given series is divergent. ഓർത്തുകൊള്ളുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സീരീസ് ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജൻറ്റ് ഹാർമോണിക് സീരീസ്. റെസിപ്രോക്കലായിട്ട് വരുന്നത് കൊണ്ട് ഡൈവേർജൻറ്റ് ഹാർമോണിക് സീരീസ്. പരീക്ഷയ്ക്ക് 1 മാർക്കിന് ഒരു ഡൈവേർജൻറ്റ് സീരീസിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഡൈവേർജൻറ്റ് ഹാർമോണിക് സീരീസ്, ദിസ് ഈസ് എ സീരീസ് ഈസ് ബൈ ഇൻ്റഗ്രൽ ടെസ്റ്റ്, ഇറ്റ് ഈസ് ഡൈവേർജൻറ്റ്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കണം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സിഗ്മ എഴുതുമ്പോൾ 1 കൊടുക്കുമ്പോൾ 1 - 3/2, 1 - 3/2 നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. പ്ലസ് 2 കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് 4 - 3, അതും 4 എന്ന് കിട്ടും. പ്ലസ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 3 കൊടുക്കുമ്പോൾ 3 - 3/2 ഇറ്റ്സ് 3/2 ഹോൾ സ്ക്വയർ, therefore ഇറ്റ്സ് 4/9 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. അപ്പോൾ 4 + 4 + 3/2 സ്ക്വയർ 4/9. ഓക്കെ, 4/9. അപ്പോൾ നോക്കൂ, 4 പിന്നീട് 4/9 ആയി കുറഞ്ഞു. ഇങ്ങനെ കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഡിക്രീസിങ് ആണ്. ഇതിൻ്റെ ജനറൽ ടേം യു എൻ എന്ന് പറയുന്നത് ഈ എഴുതി കിടക്കുന്നത് തന്നെയാണ്, 1/n - 3/2 സ്ക്വയർ. 1/n - 3/2 സ്ക്വയർ. അപ്പോൾ നമുക്ക് f of x നെ എങ്ങനെ എഴുതാം? f of x equal to 1/x - 3/2 സ്ക്വയർ. ഇവിടെ കുറയുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇതൊരു 1/x ഫോമിൽ 1/x സ്ക്വയർ ഫോമിലുള്ളതാണ്, അതുകൊണ്ട് അത് കണ്ടിന്യൂസുമാണ്. അപ്പോൾ ഹിയർ f of x is decreasing continuously, അല്ലെങ്കിൽ f of x is a continuous decreasing function. f of x is decreasing continuously, അല്ലെങ്കിൽ continuous decreasing function. therefore sigma un equal to limit capital N tends to infinity integral n 1/x - 3/2 the whole square dx, f of x dx. that is equal to limit n tends to infinity
1 by x square integration. 1 by x square എന്ന് പറഞ്ഞാൽ x raised to minus 2 എന്നല്ലേ? അപ്പോൾ 1 by x square integration x raised to minus 2 dx equal to x raised to minus 1 by minus 1 എന്നാണ്. n plus 1 by n plus 1 that is equal to minus 1 by x എന്നാണ് ഇൻ്റഗ്രേഷൻ. ഇത് x വരുമ്പോഴാണ്. ഇവിടെ ഇപ്പോൾ x minus 3/2 ആകുമ്പോൾ നമ്മൾക്ക് minus 1 by x minus 3/2 എന്ന് വരും. ഇവിടെ 1 by x എന്ന് വന്നതുപോലെ minus 1 by x minus 3/2 to the limit capital N. That is equal to limit n tends to infinity minus 1 by n minus 3/2. ശരിയാണല്ലോ? അപ്പോൾ എന്നിന് നിങ്ങൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ minus 1 by infinity എന്ന് വരും. That is equal to any number by infinity is 0. Any number by infinity is 0. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു വില കിട്ടി. 0 ഒരു വാല്യൂ ആണ്. Therefore നിങ്ങൾക്ക് എഴുതാം therefore integral exist. The given series is convergent. Important ആണ്. Example ആണ് the given series is convergent. Other question, check the convergence of sigma n equal to 1 to infinity 1 by 1 plus 9n square. അപ്പോൾ ഇതിനെ സമ്മായിട്ട് എഴുതിയാൽ 1 കൊടുക്കുമ്പോൾ 1 by 10 plus 2 കൊടുക്കുമ്പോൾ 1 by 37 plus etc എന്ന് പറഞ്ഞു പോകും. അപ്പോൾ 1 by 10 1 by 37 ഡിനോമിനേറ്റർ പിന്നെയും കൂടി അപ്പോഴത്തേക്ക് ചെറുതായാണ് പോകുന്നത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ 1 by 10 plus 1 by 37 plus etc ഇത് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഡിക്രീസിങ് ആണ്. അപ്പോൾ നമ്മൾ un എഴുതുന്നു. un equal to 1 by 1 plus 9n square. കറസ്പോണ്ടിങ് f of x എഴുതുമ്പോൾ f of x equal to 1 by 1 plus 9x square. അപ്പോൾ നമുക്ക് എഴുതാം here f of x is a continuous decreasing function. കാരണം കുറഞ്ഞാണ് വരുന്നത്. പിന്നീട് 1 by x square എന്നുള്ള രീതിയിലാണ് അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഡിക്രീസിങ് ഫംഗ്ഷൻ. Therefore un equal to sigma un equal to limit n tends to infinity integral n f of x dx equal to limit n tends to infinity integral n 1 by 1 plus 9x square dx. ശരിയാണല്ലോ? That is equal to limit n tends to infinity 1 by 1 plus 9x square ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 9 ഇനി പുറത്തെടുക്കുന്നു. അപ്പോൾ 1 by 9 ഇൻറ്റു ഇൻ്റഗ്രൽ 1 by 9 ഡിനോമിനേറ്ററിലായതുകൊണ്ടാണ് 1 by 9 1 by 9 plus x square dx. That is equal to limit n tends to infinity 1 by x square plus a square അല്ലെങ്കിൽ a square plus x square. എന്താണ് 1 by x square plus a square? 1 by a tan inverse x by a. Therefore 1 by 9 into 1 by a. ഇവിടെ a square ആണ് 1 by 9. a എന്ന് പറയുന്നത് 1 by 3. 1 by a tan inverse x by 1 by 3 to the limit n, upper limit n. That is equal to limit n tends to infinity. ഈ ഒരു 3യും 9 കൂടെ വെട്ടിപ്പോയി. ഇവിടെ 1 by 3 ആവും. 1 by 3 tan inverse 3x to the limit n എന്നാവും. കാരണം 1 by 3 മേളിലേക്ക് വരുമ്പോൾ tan inverse 3x to the limit n. That is equal to limit n tends to infinity 1 by 3 tan inverse 3n. That is equal to 1 by 3 into tan inverse 3 infinity. 3 into infinity is again infinity. അപ്പോൾ tan inverse infinity ഏതാണ് വാല്യൂ? ടാൻ്റെ ഏത് വാല്യൂ ആണ് ഇൻഫിനിറ്റി വരിക? pi by 2. Therefore 1 by 3 into pi by 2 equal to pi by 6 എന്ന് വന്നു. Therefore integration exist ചെയ്തു. Therefore given series is convergent. എന്തെഴുതാം? നമുക്ക് എഴുതാം integral exist. Therefore series is convergent. ഇതാണ് അതിനുള്ള ആൻസർ. ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സിഗ്മ n equal to 1 to infinity 1 by n square. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ 1 by 1 square plus 1 by 2 square plus 1 by 3 square plus etc. നോക്കൂ 1 plus 1 by 4 plus 1 by 9. അപ്പോൾ കുറഞ്ഞാണ് പോകുന്നത്. 1 by 4നേക്കാൾ കുറവാണ് 1 by 9. ഡിനോമിനേറ്റർ കൂടുന്നതനുസരിച്ച് കുറയും. അപ്പോൾ നമുക്ക് എഴുതാം un equal to 1 by n square. Therefore let f of x equal to 1 by x square is a decreasing continuous function. Therefore sigma un equal to limit capital N tends to infinity integral capital N 1 by x square dx. That is equal to limit n tends to infinity 1 by x square integration നേരത്തെ നമ്മൾ എഴുതിയതാണ് x raised to
minus 1 by minus 1 to the limit n. That is equal to limit n tends to infinity minus 1 by x to the limit n. That is equal to limit n tends to infinity minus 1 by n. Infinity കൊടുക്കുമ്പോൾ minus 1 by infinity it's 0. Therefore integral exists and the series is convergent. Integral exists. Therefore the series is convergent. Series is convergent. ശ്രദ്ധിച്ചോളൂ.